4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 3 മണിക്ക് നടക്കും. ഉച്ചതിരിഞ്ഞിന്ന് ഹരിയാന, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് തീയതിയാണ് ഇന്ന് പ്രഖ്യാപിക്കുക. കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് തീയതിയും ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളും അയച്ചിരുന്നു. പറയൂ രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. SKN ഇനി നടക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 4 അതിൽ ചില സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ടതായിട്ട് ഈ ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും എന്തായാലും ഇന്ന് പ്രഖ്യാപിക്കും എന്ന് വ്യക്തമായിരിക്കുന്നു. മറ്റു 2 സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിലും 4 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിലും മറ്റു സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സന്ദർശനം നടത്തുകയും അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 90 നിയമസഭാ മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്താം എന്ന വിധത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തിയത്. 2 മേഖലകളിലും ശ്രീനഗർ മേഖലയിലും ഒപ്പം ജമ്മു മേഖലയിലും സന്ദർശനം നടത്തിയിരുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ ഭീകരവാദ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെയും തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്ന സാഹചര്യം ഉണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ആദ്യമായിട്ടാണ് സംസ്ഥാന പദവി ജമ്മുകശ്മീരിന് നഷ്ടമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഒരു സാഹചര്യം ഒരുങ്ങുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഈ സംസ്ഥാന പദവി തിരിച്ചു നൽകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഏതായാലും ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാനായി ജമ്മു കാശ്മീർ വീണ്ടും എത്തുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ശ്ലാഘനീയമാണ്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായിട്ട് മാറാൻ പോകുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അവിടുത്തെ ഈ ദുരന്ത സാഹചര്യങ്ങൾ ഒരു ഘടകമാണെന്നുണ്ടെങ്കിലും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത് കൊണ്ട് ഇന്ന് ആ തീയതിയും പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഒപ്പം ചേലക്കര മണ്ഡലത്തിലെയും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെയും ഒക്കെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനവും ഇന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. 3 മണിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. രാവിലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംയുക്ത യോഗം ചേരുന്നുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായാൽ മാത്രമേ അതിൽ ഈ പ്രഖ്യാപനത്തിന് മാറ്റം ഉണ്ടാകൂ. അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീയതികൾ കൃത്യമായി പ്രഖ്യാപിക്കും. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.